മക്കടുത്തുള്ള ഖക്കിയ മാർക്കറ്റാണ് കേട്ടോ. ഖക്കിയ പച്ചക്കറി മാർക്കറ്റാണ്. എല്ലാം ഉണ്ട് ഇവിടെ. അതായത് പച്ചക്കറിക്ക് ഒരു ഭാഗം, മീനൊരു ഭാഗം, ഇറച്ചി വേറെ, അതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വത്തക്ക, ഷമാമൊക്കെ നമ്മളവിടെ ഷമാമൊക്കെ വളരെ ചെറുതേക്കാരം. ഇല പോണ ഇല അല്ലേ? വേറെ കുഴപ്പമില്ല. പാകിസ്ഥാനുകൾ നമുക്ക് ആ ഇതിലൊക്കെ പോയത് എന്തെങ്കിലും കൊണ്ടുവരണം. അവിടെ മമ്മിയല്ലേ ഇത് മറ്റേ ഉരുളക്കിഴങ്ങാണ്. ആലു പൊട്ടറ്റോ എന്താ വലുപ്പം. ഉള്ളി, പൊട്ടറ്റോ, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം ഈ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ഇതുപോലെ വണ്ടിയിൽ കൊണ്ടുവരാം കേട്ടോ. അതിൻ്റെ പണിക്കാരാണ്. അല്ല ഇതെന്തപ്പോൾ അവിടുന്ന് ഒരു വണ്ടി കൊണ്ടുവന്നാൽ അല്ല ഗുഡ്സിലെന്തെങ്കിലും കൊണ്ടുവന്നാൽ ആ ചെറിയ യൂണിറ്റുകളല്ലേ. ഓ ക്യാരറ്റ് ഇതാ വരും. ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ വന്നിറങ്ങുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ചില്ലറ വാങ്ങാൻ അനുവാദമല്ല. ചില്ലറ നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത് നിന്ന് വാങ്ങണം. അയ്യോ ഇതൊരു ലോകമാണല്ലോടാ. അല്ല അപ്പുറത്തെന്താ? അത് ശരി. ഇവിടുന്നാണ് കച്ചവടക്കാർ സാധനം എടുക്കുന്നത് അല്ലേ? നമ്മളാ രാവിലെ വത്തക്ക വത്തക്ക ഒച്ച പോയടാ. ഞാനും കുഞ്ഞാനും കൂടെ ഈ മാർക്കറ്റ് കാണാൻ വെള്ളിയാഴ്ച രാവിലെ മാർക്കറ്റ് കാണാൻ അറിയാം. അല്ലാ വത്തക്കൻ്റെ ഒരു ലോകം പട്ടച്ചോനെ. അതാണ് കക്കിയ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. എല്ലാ സാധനവും പച്ചക്കറി. ഇതിവിടെ ഫ്രൂട്ട്സാണ്. ഉള്ളിത്തണ്ട് പൈസ കൂടുതൽ. സൂപ്പർ മാർക്കറ്റുകാർക്കൊക്കെ സാധനം നേരിട്ട് വരുമായിരിക്കും. അല്ല മക്കത്തൊക്കെ വക്കാലക്കാർ ഇവിടെ വരുമോ? ഇവിടെ നിർക്കും. ഇറക്കി കൊടുത്തു ടീം.
ഇവിടുന്ന് സാധനം എടുത്തിട്ട് ഇറക്കി കൊടുക്കാൻ ലൈനിൽ ഇറക്കി കൊടുക്കും. കയ്യിൽ ഇറക്കി കൊടുക്കേണ്ടി വരും. മക്കളവരെ ഇങ്ങനെ വരും. ഇങ്ങോട്ട് വരണമെന്നില്ല അത്. അപ്പോൾ ഒരു അതിനനുസരിച്ച് കൂടും. വണ്ടി ചാർജ് പോലെ അതെ ഓരോരു ഇതാണ്. തക്കാളിയാണ്, തക്കാളിപ്പെട്ടി ഉണ്ടല്ലോ, തെർമോകോളിൻ്റെ തക്കാളിപ്പെട്ടിയാണ്. ഇവിടെ ചെറിയ തക്കാളിപ്പെട്ടി ഉണ്ട്. കെട്ടിക്ക വില ഉണ്ട്. അവിടെ എന്താ കുറേ ആൾക്കാരുണ്ടല്ലോ, അവിടെ കുറേ ആൾക്കാർ. വെള്ളിയാഴ്ച ആയിട്ട് പോലും ഇത്ര ആളുകളുണ്ട് ഇവിടെ. പച്ചമുളക് മുളകുണ്ടല്ലോ, മുളകിൻ്റെ വരും. ഇന്ന് അവധിയൊന്നും ഇല്ല കേട്ടോ, ഇന്ന് അവധിയൊന്നും ഇല്ല തോന്നുന്നു. ഇതും ഫുള്ളാവില്ല, പല ടൈമാണ്. ഇത് ഇവിടുത്തെ വെണ്ടക്കാണ്, നമ്മളെ വെണ്ടക്ക പോലെയല്ല കേട്ടോ, അല്ലേ? വളരെ വളരെ ചെറിയ വെണ്ടക്കളാണ്. എത്ര വെണ്ടക്ക? വലിയ വെണ്ടക്ക, നമ്മളവിടുത്തെ വെണ്ടക്ക ഇതാണ്. മാങ്ങ, ഇത് മാങ്ങ പുളിയാണോ? മാങ്ങ എന്ത് ടൈപ്പിലാണ് ഇത്? ചിസാ മാങ്ങയാണ് പറഞ്ഞിട്ടു. സൗദി ഫാമിലിയായിട്ട് വന്നല്ലോ. പ്രാവുകൾ ഇവിടെ ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലെ കാക്കകൾക്ക് വരെ ഇവിടെ പ്രാവാണ്. ഒരൊറ്റ കാക്ക ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഓർമ്മ തോന്നിട്ടില്ല. പാഞ്ഞാട് നൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്, നൈഫ് എന്ന് പറഞ്ഞാൽ അതാണ് അറിയാം. അതാ വരണം. ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്, ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്കൻഡറി മാർക്കറ്റാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, എനിക്ക് കേട്ടിട്ടുണ്ട്. മാങ്ങൻ്റെയും മുന്തിരിൻ്റെയും
എനിക്ക് ആ ഫ്രൂട്ട് ഇവിടെ നിന്ന് കയറി പോകും. നല്ലൊരു എല്ലാ ഫ്രൂട്ടും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഇതൊക്കെ ഒരു യൂണിറ്റ് ഉണ്ടോ, ചെറിയ ചെറിയ ഇതൊന്ന് അതിനാണൊക്കെ ഞാൻ വണ്ടി വരുന്നത്. ഓരോരുത്തർക്ക് ഉണ്ടാവും. വീഡിയോ നല്ല രസമുണ്ടോ? എന്താ സംസാരിക്കാൻ വയ്യ. കക്കിയ മാർക്കറ്റ് ഇനി ഇറങ്ങല്ലേ നമ്മള്. ഈ സാധനം എനിക്ക് ഇഷ്ടമാണ്. അല്ല ഇതാണത് മറ്റേ സൈത്തോൻ. ആ ഈത്തപ്പഴം ഇവിടെ അങ്ങനെ. ആ ഇനി വേണ്ട, പെട്ടി ഒക്കെ കറക്റ്റാണ്. ആ 10 രൂപ ലഗേജ്. അത് എങ്ങനത്തെ? ആ അത് ഡ്രൈ ഫ്രൂട്ട്, അത് ഞാൻ വാങ്ങണം. അത് അതിലാണ് ഇഷ്ടം. മറ്റതാ രസം തോന്നിയത്. അത് കേട്ടില്ല, അത് ഡ്രൈ ഉണക്കിയതല്ലേ. പറഞ്ഞു നമ്മൾ അപ്പുറത്ത് വണ്ടി. നമ്മൾ പച്ചക്കറി അത് വേഗം വണ്ടി കരുത് പോവാം. ഇത് കണ്ടാൽ തീരില്ല. അവിടെ എല്ലാവരും നല്ല പാക്കിങ്ങിൻ്റെ ഇതിലേക്കാണ്. നമ്മൾ പാക്കിങ് കഴിഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ മാർക്കറ്റ് ഉണ്ട്. അല്ല ഏതായാലും അത് നന്നായി. സിസ്റ്റം മനസ്സിലാക്കാനായി. എന്നിട്ട് ഇപ്പം ഇതൊക്കെ ഫുള്ള് പച്ചക്കറി. ഇത് ഫുള്ള് പച്ചക്കറി ഉണ്ട്.